ഭാരതത്തിലെ അതിപുരാതനമായ ശ്രീ വിഷ്ണുമായ സേവാക്ഷേത്രം കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനം. എൻ്റെ പേര് കൃഷ്ണകുമാർ മനയത്ത് എന്നാണ്. ക്ഷേത്രത്തിലെ ചുറ്റുവിളക്കിൻ്റെ പാരമ്പര്യ അവകാശികളാണ് അഴിക്കൽ മനയം കുടുംബക്കാർ. മനയത്തെ കുടുംബത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. അച്ഛനായിരുന്നു, അച്ഛൻ്റെ അമ്മാവനൊക്കെ ആയിരുന്നു. ഇപ്പം അച്ഛൻ മരിച്ചപ്പോൾ അച്ഛൻ്റെ ബ്രദറിനാണ്. അദ്ദേഹം ഇവിടെ ഇല്ല. രവീന്ദ്രനാഥ മേനോൻ എന്നാണ് പേര്. അദ്ദേഹം ഇരിഞ്ഞാലക്കുടയാണ്. പ്രായമായിട്ടുള്ള കാരണം ഇപ്പം അച്ഛന് വേണ്ടിയിട്ട്, അമ്മാവന്മാർക്ക് വേണ്ടിയിട്ട്, ചെറിയച്ഛന് വേണ്ടിയിട്ടൊക്കെ 10-30 കൊല്ലത്തിലധികമായിട്ട് ഞാൻ തന്നെ പ്രവർത്തിയെടുക്കുന്നത്. അഴീക്കൽ നിന്നൊരു കുടുംബമുണ്ട്. അതായത് തറവാട്ടുകാർ തന്നെയാണ്. അവർക്ക് ചുറ്റുവിളക്കിൻ്റെ 4-3 പ്രവൃത്തി മനയത്തേക്കും 1 പ്രവൃത്തി അഴീക്കലുമാണ്. അത് ചെയ്യുന്നത് ഇപ്പം നടത്തുന്ന ഗോപി നായർ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ അവകാശത്തിൻ്റെ പേര്. അദ്ദേഹം പ്രായമായിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ ഇല്ല. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വലിയച്ഛൻ്റെ, എൻ്റെ അച്ഛൻ്റെ കസിൻ, ഇവർ കസിൻസാണ്. ബ്രദറായിട്ടുള്ള പണ്ട് ദാമോദരൻ എന്ന് അഴീക്കൽ ദാമോദരൻ എന്നിട്ട് അദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ കോമരായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളാണ് ഇപ്പോൾ പ്രവൃത്തി നടത്തുന്നത്. രാധിക എന്നാണ് പേര്. തിരിയുടെ പ്രവൃത്തി തുടങ്ങുന്നത് രാവിലെ മുതൽ ഏകദേശം രാത്രി 8 മണി വരെ ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ അത്രത്തോളം ടൈം ടേക്കിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണത്. കാരണം വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മാനുവലായിട്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ മുറിച്ച് കൈകൊണ്ട് തിരച്ചുണ്ടാക്കുന്നതാണ്. ഇത് അകത്തെ ക്ഷേത്രത്തിൻ്റെ വാതിൽമാടത്തിൽ ചുറ്റുവിളക്കിൻ്റെ ഇതിൽ ഉപയോഗിക്കുന്ന ചെറിയ തിരിയാണ്. ചരാതുകൾക്ക് ഉപയോഗിക്കുന്ന തിരിയാണ്. പിന്നെ കൊടിമരത്തിൻ്റെ 2 വശങ്ങളിലായിട്ട് ദീപസ്തംഭങ്ങളുണ്ട്. അതിലേക്ക് വേറെ അളവിലാണ്, സൈസിലാണ് ഉണ്ടാക്കുക. അതിനുശേഷം പുറത്ത് ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിന് പുറത്ത് കിഴക്കും പടിഞ്ഞാറുമായിട്ട് 2 വലിയ ദീപസ്തംഭങ്ങളുണ്ട്. കിഴക്കേതിൽ 13 തട്ടും പടിഞ്ഞാറേതിൽ 11 തട്ടുമാണ്. അതിലേക്ക് അതിനനുസരിച്ചുള്ള അതിന് തട്ടിനനുസരിച്ചുള്ള തിരികൾ ലെങ്ത്തിലും വണ്ണത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും. Happy peanut butter, a healthy source of protein. 3 ടൈപ്പ് തിരികളാണ് പൊതുവെ ഉപയോഗിക്കുന്നത് ക്ഷേത്രത്തിൽ. ഇപ്പം ക്ഷേത്രത്തിൽ ഓൾമോസ്റ്റ് ഒരു ദിവസം 10,000 തിരി സാധാരണ ദിവസം തന്നെ വേണം, ചെറുതിരികളായിട്ട്. പിന്നെ എല്ലാ വിശേഷങ്ങൾക്കും കൂടും. ഇപ്പം പ്രത്യേകിച്ച് ഇനി ഉത്സവകാലമാണ്. ഉത്സവകാലത്ത് എല്ലാ വഴിപാടും ദേവസ്വത്തിൻ്റെയാണ്. അപ്പം എല്ലാ വഴിപാടും ഉണ്ടാവും. ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഏകാദശി കാലത്താണ്. 30 ദിവസത്തെ ഏകാദശി വിളക്കാണ്. അപ്പം എല്ലാ വിളക്കുകളും വിശേഷമായിട്ടുള്ള വിളക്കുകളാണ്. അതിനൊക്കെ ഈ ഇരട്ടി പിന്നെ പുലർച്ചെ നിർമാല്യ സമയത്തും പ്രവൃത്തി ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ രാത്രി ചുറ്റുവിളക്ക് കഴിഞ്ഞ് വീണ്ടും എണ്ണ ഒഴിച്ച് വീണ്ടും തിരിയിട്ടിട്ട് രാവിലെ 2 മണിക്ക് പോയിട്ട് നമ്മൾ കത്തിച്ചിട്ട് വേണം 3 മണിക്ക് നട തുറക്കാൻ. അങ്ങനെ ചില സമയങ്ങളിൽ 3 പ്രാവശ്യത്തിലധികം ഉണ്ടായിരിക്കും പ്രവൃത്തി. നോർമൽ ദിവസങ്ങളിൽ രാത്രി ശിവേലി കഴിഞ്ഞാൽ അത്താഴ ശിവേലിക്കാണ് ചുറ്റുവിളക്കിൽ പതിവ്. നമ്മൾ സാധാരണ പൊതുവെ മത്സ്യമാംസാദികളൊന്നും ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല. പ്രവർത്തനം നടക്കുന്ന ചെയ്യാറില്ല. ആ കാര്യത്തിൽ പിന്നെ പീരീഡ്സ് ഉള്ള ആൾക്കാരൊന്നും ഇത് തൊടില്ല. വീട്ടിൽ വിശുദ്ധമായിട്ട് ക്ഷേത്രത്തിൻ്റെ അകത്തേക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ക്ഷേത്രത്തിനകത്ത് 4 അമ്പല വിളക്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അവിടെ നിലവിളക്കുകൾ ചെയ്യുന്നതും ഈ തിരിയാണ്. നമ്മളതുകൊണ്ട് അത് കുട്ടിക്കാലം മുതലുള്ള ഒരു ശീലമാണ്. ഒരിക്കലും നമ്മൾ ശുദ്ധം മാറിയിട്ട് അമ്പലത്തിലേക്ക് പോകാറ് പതിവ്. ഒരാളെന്ന് നമ്മൾ മാത്രമല്ല, ക്ഷേത്രത്തിനോട് ഉള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പാരമ്പര്യ അടിയന്തരക്കാരും എല്ലാ രീതിയിലും ശുദ്ധം പാലിച്ചിട്ട് തന്നെ പോകാറുള്ളൂ. നമ്മുടെ ജീവിതമാർഗം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമുക്കിതിന് നിശ്ചിത പ്രതിഫലമല്ല കിട്ടുന്നത്. ഓരോ പ്രവൃത്തികൾക്കും അനുസരിച്ചുള്ള നമ്മുടെ അവകാശങ്ങളും കൂറുകളൊക്കെയാണ്. അത് എല്ലാ പാരമ്പര്യ പ്രവൃത്തിക്കാർക്ക് അങ്ങനെ നിശ്ചിത വേതനം അല്ല. പ്രവൃത്തികൾക്കനുസരിച്ചും വഴിപാടിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ടായിരിക്കും. 10 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് പേയ്മെന്റ് ഉണ്ടാവുക. നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് ഉള്ളിൽ നിന്നിട്ടാണ് നമ്മൾ മെറ്റീരിയലും മേടിക്കുന്നത്. നമ്മുടെ പ്രവർത്തിക്കാരുടെ പണിക്കാരുടെ
ശമ്പളവും എല്ലാ കാര്യങ്ങളും അതൊന്നും ദേവസ്ഥനായിട്ട് ബന്ധമില്ല. ദേവസ്ഥന് തറവാടായിട്ടുള്ള നമ്മുടെ പ്രവൃത്തിയായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിലെ ചുറ്റുവിളക്കിന് പുറമെ ഇപ്പോൾ ഉത്സവമാണ്, കലശാണ്. കലശത്തിനുള്ള ദ്രവ്യങ്ങൾ മുഴുവൻ കൊടുക്കുന്ന മനയത്ത് കുടുംബക്കാരാണ്. ഉത്സവകാലത്ത് ഇപ്പം കലശം ആണ്. മാർച്ച് 2-ാം തീയതി കലശം തുടങ്ങുകയാണ്. 8 ദിവസം കലശമാണ്. 10-ാം തീയതി കൊടികയറും. വിക്കാലശം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമേ സഹസ്ര കലശമുള്ളൂ. 1000 കുടത്തിൻ്റെ 975 വെള്ളിക്കുടവും 26 സ്വർണ്ണക്കുടമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനെ വിപുലമായിട്ട് എല്ലാ കൊല്ലം സഹസ്ര കലശം നടക്കുന്ന ഒരൊറ്റ ക്ഷേത്രം എൻ്റെ അറിവിൽ ഗുരുവായൂരമ്പലം മാത്രമേ ഉള്ളൂ. കുറച്ച് കോസ്റ്റ്ലി പ്രോസസ്സാണ്. കലശപ്രവൃത്തികൾക്ക് വേണ്ട ദ്രവ്യങ്ങൾ മുഴുവൻ കൊടുക്കുന്നത് ഞാനാണ്. അത് ചമതകളാണ് കൂടുതൽ. ചമതകൾ എന്ന് പറയും, ഹോമിക്കാനുള്ള ചമതകൾ. അത് തന്നെ ഒരു 5-8 തരം ഉണ്ട്. ചമതകളുണ്ട്, വേണ്ട മറ്റേ പൊടികൾ, എല്ലാം ദ്രവ്യങ്ങൾ എല്ലാം കൊടുക്കുന്നത് നമ്മളാണ്. അത് പറയുകയാണെന്നെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ക്ഷേത്ര പ്ലാശിൻ ചമത, കടലാടി ചമത, വന്നി ചമത, പൂപ്പാതിരി, അത്തി, ഈത്തി, പേരാല്, അങ്ങനെ ഒരുപാട് ചമതകൾ. അങ്ങനെ ചമതകൾ മാത്രമല്ല, എല്ലാ ദ്രവ്യങ്ങളും വേണ്ട. തൈക്കളുണ്ട്, അതായത് ഇപ്പോൾ ആര്യവേള, മഞ്ഞൾ തൈ, വാഗത്തൈ, ഹോമത്തിനുള്ള തൈകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാം ഒരുവിധം A to Z നമ്മളാണ് കൊടുക്കുന്നത്. അത് ഈ കലശത്തിൽ നമുക്ക് മാത്രമല്ല പ്രവൃത്തി, എല്ലാ പ്രവർത്തിക്കാർക്കും വേണ്ടി അവരുടേതായിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് പ്രവർത്തികളാണ്. എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേഷൻ ഉള്ള ആൾക്കാരാണ്. അതങ്ങനെ. അത് കഴിഞ്ഞ് കലശം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉത്സവത്തിന് പ്രത്യേകത ഗുരുവായൂരപ്പനെ സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കാന്നൊരു ചടങ്ങുണ്ട്. അത് രാവിലെ ശ്രീഭൂതബലിക്ക് രാവിലെ പന്തിരിടി പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീഭൂതബലി ഉണ്ട്. അപ്പോൾ രാവിലെ അകത്ത്, അതായത് സപ്തമാതൃക്കളുണ്ട്, അവിടെയാണ് ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ചത്. അപ്പോൾ സ്വർണ്ണ പഴുക്കാമണ്ഡപം ആണ്, അത് സ്വർണത്തിൻ്റെ ഒരു മണ്ഡപമാണ്. അതിൽ ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ച് വെക്കുന്നതിൻ്റെ ഒരുക്കങ്ങൾ, എഴുന്നള്ളിച്ച് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ വീരാളിപ്പട്ട് വിരിച്ച്, അപ്പോൾ ഗുരുവായൂരപ്പനെ അതിൽ എഴുന്നള്ളിച്ചുകൊണ്ട് വീരാളിപ്പട്ട് അതെല്ലാം ഒരുക്കുന്നത് നമ്മളാണ്. അതേപോലെ തന്നെ വൈകുന്നേരം രാത്രി ശ്രീഭൂതലുണ്ട്. അത് വടക്കേ നടയിലാണ്. ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ നാലമ്പലത്തിൻ്റെ പുറത്ത് വടക്കേ നടയിലാണ് എഴുന്നള്ളിച്ച്. അവിടെയും എല്ലാ പ്രവൃത്തികളും നമ്മുടെയാണ്. പള്ളിവേട്ട കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ മണ്ഡപത്തിലാണ് ഉറങ്ങുക. അന്ന് ശ്രീകോവിലേക്ക് പോവില്ല. അപ്പോൾ നോർമലി നേരം തെറ്റിയിട്ടാണ് ഈ കാട്ടിലെ ഇത് കഴിഞ്ഞിട്ട് വരികയാണല്ലോ. അപ്പോൾ നേരം തെറ്റി എണീക്കുമ്പോൾ പശുക്കുട്ടീനെ കൊണ്ടുവന്ന് പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ഗുരുവായൂരപ്പണി. ആ പശുക്കുട്ടീനെ കൊണ്ടുവരുന്നതും ഒക്കെ നമ്മളാണ്. അതിൻ്റെ എല്ലാവരുടെയും അവകാശി മനത്ത് കൊടുക്കുന്നതാണ്. പിന്നെ ശ്രമകരമായിട്ടുള്ള വേറൊരു പ്രവൃത്തി വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് ഇല്ലന്നറ, കർക്കിടക മാസത്തിൽ ഇല്ലന്നറ ഉണ്ടാവും. കർക്കിടക മാസത്തിലുള്ള ചിങ്ങമാസത്തിൽ ഇല്ലന്നറ ഉണ്ടായിരിക്കും. ഇല്ലന്നറയ്ക്ക് വേണ്ട ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രം ഇത്രയധികം കതിർക്കറ്റകൾ ഉപയോഗിക്കുന്നു. കാരണം വെച്ചാൽ ഇവിടുത്തെ ജനത്തിൻ്റെ ബാഹുല്യം കാരണം അത് കൊടുക്കുന്നത് മുഴുവൻ അഴിക്കൽ മനയും കുടുംബക്കാരാണ്. അതിൻ്റെ പ്രവൃത്തി അത് ഗുരുവായൂരപ്പനെ എത്തിക്കുക, അത് നമ്മൾ സമർപ്പിക്കും. പിന്നെ പുത്തരി ചടങ്ങുകൾക്ക് കൊടുക്കേണ്ട പുത്തരിക്ക് വേണ്ട പായസം ഉണ്ടാക്കാനല്ല, പത്തിലക്കറികൾ ഉപയോഗിക്കും. 10 ഇലകൾ ഉണ്ടാക്കണം. പിന്നെ പുത്തരി ചുണ്ട, പിന്നെ അത് എഴുന്നള്ളിക്കുന്ന ഉരുളിയിൽ കെട്ടാനുള്ള ഉഴിഞ്ഞ എന്നൊരു ഔഷധ സസ്യമുണ്ട്. അത് അങ്ങനെ ഒരുവിധം എല്ലാ പ്രവൃത്തികളിലും നമ്മളൊരു ഭാഗവാക്കാണ്. ഇത് അമ്മയാണ്. അമ്മയുടെ പേര് പത്മിനി എന്നാണ്. അമ്മ ഒരു 4 കൊല്ലം മുമ്പ് വരെ ഈ പ്രവൃത്തികൾ സജീവമായിരുന്നു. ഇപ്പം ശാരീരിക ബുദ്ധിമുട്ടുള്ള കാരണം അമ്മയ്ക്ക് ഇപ്പോൾ വയ്യ. എന്നാലും സപ്പോർട്ടിങ് റോളിലെ എല്ലാ രീതിയിലും അമ്മ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ ഉറങ്ങുകയാണെങ്കിലും എന്താ പറയുക, പക്ഷെ നേരെ സമയമാകുമ്പോൾ വിളിച്ചിട്ട് ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോഴും അമ്മ തന്നെയാണ്. ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. കാലിൻ്റെ വേദന കാരണം, കാല് മുട്ടും മടങ്ങിയിരിക്കാൻ പറ്റാത്ത കാരണം നമുക്ക് തീരെ വയ്യ. कृष्णाय वासुदेवाय हरये परमात्मने
क्लेशनाशाय गोविन्दाय नमः।